ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിന് മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി A20 ഗെയിമിംഗ് റിവ്യൂ ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി A20 നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്യുണ്ടായി. ഇതൊരു ബഡ്ജറ്റ് ലെവൽ സ്മാർട്ട് ഫോണാണ്. എ സീരീസിലെ A10 A30 A50 ശേഷം A20 ആണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ A20 പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 12,500 റുപ്പീസാണ് പ്രൈസിങ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് Exynos 7884 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതൊരു അണ്ടർ ക്ലോക്ക്ഡ് 7885 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ബെഞ്ച് മാർക്ക് സ്കോർ. നിങ്ങൾക്കാണ് 94,000 ആണ് ബെഞ്ച് മാർക്ക് സ്കോർ. അപ്പോൾ അത്ര ഒരു പവർഫുൾ പ്രോസസ്സർ അല്ല, കാരണം ഈ സെഗ്മെൻറ്റിലാണ് റെഡ്മി നോട്ട് 7ഉം റെഡ്മി നോട്ട് 7 പ്രോ, Asus Zenfone Max Pro M2 എല്ലാം 1,20,000 മുകളിലാണ് ബെഞ്ച് മാർക്ക് സ്കോർ. അപ്പോൾ അത്ര ഒരു പവർഫുൾ പ്രോസസ്സർ അല്ല Exynos 7884 ഒക്ടോകോർ പ്രോസസ്സർ. പിന്നെ ഇതിനകത്ത് 3 GB റാമാണ് വരുന്നത്, 32 GB സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ടെസ്റ്റ് നോക്കാം. ഗെയിമിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എങ്ങനെ പെർഫോമൻസ് നോക്കാം. ഇതിലൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കാം. ഇതിലിപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് കാണാം 72% ആണ് ബാറ്ററി. ഇപ്പോൾ നമ്മൾ കളിക്കുന്നതിന് മുമ്പ് കളിച്ച് കഴിഞ്ഞിട്ട് എത്ര ബാറ്ററി ഡ്രോപ്പ് ഉണ്ടാവുന്നതെന്നും കൂടി നോക്കാം. പിന്നെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 34.6 ആണ് വരുന്നത് മാക്സിമം ടെമ്പറേച്ചർ. ബാക്ക് പാനലിൽ 34.6 ആണ്. നമ്മൾ ഗെയിമിംഗ് കളിച്ച് കഴിഞ്ഞാൽ എത്ര ഇൻക്രീസ് ഉണ്ടെന്ന് കൂടി നോക്കാം. ഫ്രണ്ട് പാനലാണെങ്കിൽ 34.3 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറും ബാറ്ററിയും. ഇപ്പോൾ ഇനി നമുക്ക് ഗെയിമിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് Asphalt 9 ആണ്. അത് കഴിഞ്ഞ് PUBG മൊബൈലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് Asphalt 9 കളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ Asphalt 9 കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കാം. 42.3 ആണ് വരുന്നത്. അപ്പോൾ അത്ര ഒരു ഹീറ്റിംഗ് ഉണ്ടെന്ന് പറയില്ല, എന്നാലും ചെറിയൊരു കൺസിഡറബിൾ ലെവൽ ഓഫ് വാർമിംഗ് ഉണ്ട്. 42.3 ആണ് മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. ബാക്ക് പാനലിൽ Asphalt 9 ആണ് നമ്മൾ കളിച്ചത്. ഇപ്പോൾ 42.2 ആണ് കാണുന്നത്. 42.4 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മാക്സിമം ടെമ്പറേച്ചർ ബാക്ക് പാനലിൽ. ഇനി ഡിസ്പ്ലേയിലെ ടെമ്പറേച്ചർ നോക്കാം. ഡിസ്പ്ലേയിൽ കുറച്ചും കൂടി കുറവാണ്. 40.3 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ബാക്ക് പാനലിനേക്കാളും കുറച്ചും കൂടെ കുറവാണ് ഡിസ്പ്ലേയിലെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അത്ര ഒരു അധികം ഹീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു 45 ഒക്കെയാണ് ഒരു നല്ല ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ നോക്കാം. ഇതിൽ വരുന്നത് HD ആൻഡ് ഹൈ ഗ്രാഫിക്സ് ആണ് PUBG മൊബൈൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതിനകത്ത് മാക്സിമം റെസൊല്യൂഷൻ സപ്പോർട്ടഡ് HD ആൻഡ് ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. അതാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് PUBG കളിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് സെറ്റിങ്സ് നോക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ PUBG കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ടെമ്പറേച്ചർ നോക്കാം. വീണ്ടും 41.8 ആണ് വരുന്നത്, മാക്സിമം 41.8. അപ്പോൾ നമ്മൾ ആസ്ഫോൾട്ട് 9 കളിച്ചിട്ട് മാക്സിമം കിട്ടിയത് 42.3 എന്തോ ആയിരുന്നു. ഇപ്പോൾ 42.6 വരെ എത്തിയിട്ടുണ്ട്. 42.6 വരെയാണ് മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാക്സിമം ടെമ്പറേച്ചർ ബാക്ക് പാനലിലെ. ഫ്രണ്ട് പാനലിൽ ഇപ്പോഴും സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടായി, 41 വരെ എത്തിയിട്ടുണ്ട്. നേരത്തെ 40 ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ടെമ്പറേച്ചർ റൈസ്. ഇനി നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ്ഫോൾട്ട് 9ഉം PUBG മൊബൈൽ രണ്ടും തന്നെ അത്ര ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ആസ്ഫോൾട്ട് 9 പിന്നെയും കളിക്കാവുന്നതായിരുന്നു. PUBG മൊബൈലിൽ ഒരുപാട് ലാഗാണ് ഉണ്ടായി. അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ഇടയ്ക്ക് ഗ്രാഫിക്സ് സ്വിച്ച് ചെയ്യുണ്ടായി, എന്നിട്ട് പോലും അത്ര ഒരു നല്ല മികച്ച എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. അപ്പോൾ സാംസങ് ഗാലക്സി A20 ഗെയിമിങ്ങിന് അത്ര ഒരു മികച്ച പ്രോസസ്സർ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ 72% ആയിരുന്നു ബാറ്ററി. ഇപ്പോൾ നമ്മൾ 9% ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്. 40 മിനിറ്റ്സ് ഓഫ് ഗെയിമിങ്ങിൽ 9% ആണ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. 4000 mAh കപ്പാസിറ്റി ബാറ്ററി. അപ്പോൾ ഇതായിരുന്നു PUBG മൊബൈലും ആസ്ഫോൾട്ട് 9ൻ്റെ ഗെയിം പ്ലേ സാംസങ് ഗാലക്സി A20യിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.